മഴ മാഞ്ഞു പോയി, കാറ്റിലില വീണു പോയി. ഒരു പുഴയും മറുപുഴയും ചേരുമ്പോ ഒരു നദിയായി കരകവിയാതൊഴുകുന്നു. ഓരോ ഹൃദയങ്ങൾ തോറും തോരാ മഴയാ സ്നേഹം പിന്നെയും പെയ്യുന്നു വെറുതെ. മാറി മഴ മാഞ്ഞു പോയി, കാറ്റിലില വീണു പോയി. മകളെക്കാളും സ്നേഹം ബാല്യക്കാരനോടാണല്ലോ. അയാള് ബാല്യക്കാരൻ തന്നെയാണോ അതോ ചിലപ്പോ അയാളുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിക്കാണും. ഗതി കെട്ടവന് ഔചിത്യം നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഡാഡി ഗതി കെട്ടൂന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? കാശ് കടം വാങ്ങിന്ന് കരുതി എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ഒന്നും നിങ്ങൾക്കാരും തന്നിട്ടില്ല. വാക്കുകൾ ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ചുപയോഗിക്കണം. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യോടി? എന്റെ വീടിന്റെ മുറ്റത്ത് വന്നത് എന്നോട് തർക്കുത്തരം പറഞ്ഞു. മര്യാദക്കല്ലെങ്കിൽ അടി വാങ്ങുന്നു. ഇങ്ങോട്ടടിച്ച ഈ അക്ഷരം തിരിച്ചു പഠിക്കും. അതേത് വലിയ തങ്കച്ചിയായാലും ശരി. അക്ഷരെ വേണ്ട, ആളുകൾ ശ്രദ്ധിക്കുന്നു. അപ്പൊ ഇവര് പറയുന്നതോ? ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ? നീ വലിയ ആളാവൊന്നും വേണ്ട. നിന്റെ ഡാഡി നിന്നെ എങ്ങനെ കാണുന്നു ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. വീട്ടിലെ വേലക്കാരന്റെ വില പോലും നിനക്കില്ലല്ലോ. ആദ്യം പോയി സ്വന്തം വീട് നന്നാക്കടി, എന്നിട്ട് വാ ഭരിക്കാൻ. ഇന്നു മുതൽ ഈ വീടും പറമ്പും എന്റെയാ. അതിക്രമിച്ച് കോമ്പൗണ്ടിൽ കയറുന്നവരെ ശിക്ഷിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. കുറെ നേരമായി നിങ്ങളുടെ സംസാരം ഞാൻ കേൾക്കുന്നു. ഈ വീട് ബലമായിട്ട് ഒഴിപ്പിച്ചെന്ന് കരുതി നിങ്ങളങ്ങ് ജയിച്ചു എന്ന് വിചാരിക്കണ്ട. അത്ര എളുപ്പം നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാൻ കഴിയില്ല. ഇത് തിരിച്ചു പിടിക്കാനുള്ള സകല വഴികളും ഞങ്ങൾ നോക്കും. മുട്ടുകുത്തിച്ചിരിക്കും നിങ്ങളെ ഞങ്ങള്. എടോ, ആൺകുട്ടികൾ ഇങ്ങനെ സംസാരിക്കാറില്ല, പ്രവർത്തിച്ച് കാണിക്കാറേ ഉള്ളൂ. നിരഞ്ജന് ചോണയുണ്ടെങ്കിൽ ഈ വീട് എന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കും. തങ്കച്ചി ഒരു വീട് ഏറ്റെടുത്താൽ ആ വീട് പിന്നെ തങ്കച്ചിയുടേതാ. അതൊന്ന് പുറത്തിറങ്ങി അന്വേഷിക്കുമ്പോ മനസ്സിലാവും. ഇവള് തുള്ളിയത് കൊണ്ടോ നിരഞ്ജൻ തുള്ളിയത് കൊണ്ടോ സാക്ഷാൽ ജയശങ്കർ തുള്ളിയത് കൊണ്ടൊന്നും തങ്കച്ചി പേടിക്കില്ല. ചോളയുണ്ടോ കയ്യില്? ഇല്ലല്ലോ. എങ്കിൽ പൊയ്ക്കോ, പോവാ നോക്ക്. സാരമില്ല, പോട്ടെ. ഒന്നും നമ്മുടെ കുറ്റം കൊണ്ടല്ലോ. എന്നാലും ഈ വീട് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാം ശരിയാവും അക്ഷര. ഞാൻ തങ്കച്ചിയോട് വെറുതെ പറഞ്ഞല്ല. ഈ വീട് തിരിച്ചു പിടിക്കാനുള്ള വഴികൾ നമുക്ക് നോക്കാം. അത്ര എളുപ്പത്തില് അവർക്ക് ഇവിടെ കയറി താമസിക്കാൻ പറ്റില്ല. വാ പോവാം.